1953 ആദ്യമായി സിനിമാ ചരിത്രത്തിൽ സിനിമാസ്കോപ്പിൽ പിടിച്ച ചിത്രമായിരുന്നു ദ റോബ്. ആ സിനിമ പിടിച്ചത് ലോയിഡ് സി ഡഗ്ലാസിൻ്റെ ദ റോബ് എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നു. ഈ കഥ ഒരു റോമക്കാരനായ ഒരു പ്രഭുകുമാരൻ, ഒരു ട്രിബ്യൂൺ മാർസലസ് എന്ന ആൾ എങ്ങനെ സാവകാശത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അതിന് സമാന്തരമായി തന്നെ അദ്ദേഹവും ഡയാന എന്ന പ്രഭുകുമാരിയും തമ്മിലുള്ള പ്രണയവും ഈ റോബിൻ്റെ കഥാവിഷയമാണ്. ഈ നോവൽ അല്ലെങ്കിൽ ചരിത്രാഖ്യായിക 1-ാം നൂറ്റാണ്ടിലെ റോമിനെയാണ് പശ്ചാത്തലമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. 1-ാം നൂറ്റാണ്ടിലെ റോമിൽ നമുക്കറിയാം, അഗസ്റ്റസ് സീസർ മരിച്ചതിന് ശേഷം ടൈബീരിയസ് സീസർ ചക്രവർത്തിയാവുകയും അദ്ദേഹത്തിൻ്റെ കാലത്താണ് പന്തിയോസ് പീലാത്തോസ് ഈ പാലസ്തീനിലെ ഗവർണറായിരിക്കെ യേശുവിനെ കുരിശിലേറ്റുന്നത്. എന്നാൽ തുടർന്ന് ഈ ടൈബീരിയസ് സീസറിൻ്റെ ഭാര്യയായിരുന്ന, അവർ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഭാര്യയായിരുന്ന ജൂലിയയുടെ ആദ്യ വിവാഹത്തിലുള്ള പുത്രനായ ഗേസ് ഈ ടൈബീരിയസിനെ വധിക്കുകയും സ്വയം ചക്രവർത്തിയാവുകയും ചെയ്യുന്നതാണ് 1-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ചരിത്രപരമായ ഒരു സംഭവം. ഈ ടൈബീരിയസിൻ്റെ കാലത്താണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ മാർസലസ് എന്ന പ്രഭുകുമാരൻ, അദ്ദേഹം ഒരു സെനറ്ററുടെ മകനാണ്. ഗാലിയോ എന്ന സെനറ്ററുടെ മകനായ മാർസലസ് ഒരു ട്രിബ്യൂണുകളുടെ ഒരു വലിയ സദ്യയുടെ അവസരത്തിൽ ഈ പ്രിൻസിനെ, ഈ അടുത്ത ചക്രവർത്തിയാകാൻ പോയിരുന്ന ഈ പ്രിൻസ് ഗേസിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് ചിലരൊക്കെ, ഒരാൾ ഒരു വലിയ കവിത വായിച്ചു. അതൊരു മണിക്കൂറിലേറെ വായിച്ചു. അപ്പോൾ മാർസലസ് അതിൽ ഈ ഗേസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചില വാചകങ്ങൾ വായിച്ചപ്പോൾ മാർസലസ് പൊട്ടിച്ചിരിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ഗേസ് വലിയ ശിക്ഷ അയാൾക്ക് കൊടുക്കുമെന്നറിയാമായിരുന്നു. മാത്രവുമല്ല, ഈ മാർസലസിൻ്റെ പിതാവായിരുന്ന സെനറ്റർ ഗാലിയോയും ഈ ചക്രവർത്തി കുമാരൻ്റെ ധൂർത്തിനെ കുറിച്ചൊക്കെ ധാരാളം സെനറ്റിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ മാർസലത്തിൻ്റെ സഹോദരിയായ ലൂസിയയോട് ഈ ഗേവ്സ് കുറച്ച് അവിഹിതമായിട്ട് പെരുമാറാൻ ആരംഭിച്ചപ്പോൾ അവൾ അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഗേസ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. മാർസലസിനെ വളരെ അകലെയുള്ള പാലസ്തീനിലുള്ള മിനോവ എന്ന പട്ടണത്തിലെ ഗാരിസൺ പട്ടാളക്കാരുടെ ക്യാമ്പിൻ്റെ കമാൻഡറായിട്ട് നിയമിച്ചു. അങ്ങനെ അവിടേക്ക് നിയമിക്കുക എന്നാൽ അതൊരു നാട് കടത്തുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുന്നതിന് തുല്യമാണെന്ന് പറയാം. കാരണം ഈ മിനോവയിൽ പലപ്പോഴും കമാൻഡർമാർ വധിക്കപ്പെട്ടിരുന്നു. മാത്രവുമല്ല, അവിടെ യാതൊരു തര അച്ചടക്കവുമില്ലാതെയാണ് പട്ടാളക്കാർ പെരുമാറിയിരുന്നത്. കാരണം ഇത് റോമിൽ നിന്ന് വളരെ അകലെയാണ്,
പിന്നെ അവിടേക്ക് നിയമിക്കപ്പെടുന്നവരൊക്കെ മിക്കവാറും ശിക്ഷയായിട്ടാണ് അങ്ങോട്ട് പോയിരുന്നത്. അതുകൊണ്ട് അവിടേക്കാണ് മാർസലസിനെ നിയമിച്ചത്. മാർസലസ് അവിടെ ചെന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ലേവായിരുന്ന ഡെമട്രിയസിൻ്റെ ഉപദേശമനുസരിച്ച് അദ്ദേഹം അവിടെ തൻ്റെ ആജ്ഞ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് ആ പട്ടാള ക്യാമ്പിനെ, ആ പട്ടാളക്കാരുടെ ഗാരിസനെ അദ്ദേഹം മാറ്റി. അങ്ങനെ അദ്ദേഹം അവിടെ ബഹുമാന്യനായി തീർന്നു എന്ന് പറയാം. ഏതായാലും ആ സമയത്താണ് ജെറൂസലത്തിൽ പാസോവർ, പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. എല്ലാ ജൂതന്മാരും അവിടേക്ക് പോകും എന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ജൂതനും പെസഹ സന്ദർഭത്തിൽ അങ്ങോട്ട് പോവുക എന്നതാണ് അവരുടെ ഒരു രീതി. ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ മിനോവയിലുള്ള ഈ പട്ടാളക്കാരെയും ജെറൂസലമിലേക്ക് ചെല്ലാൻ പോണ്ടിയസ് പീലാത്തോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഈ പട്ടാളക്കാരെ എല്ലാവരെയും അവിടെ ഈ റോമിൻ്റെ കീഴിലുള്ള പല ക്യാമ്പുകളിൽ നിന്നുള്ള പട്ടാളക്കാർ അവിടെ ഒത്തുചേരുകയും അവർ ചില ഡ്രില്ലൊക്കെ കാണിക്കുകയും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഈ ഇത്രയധികം ആളുകൾ കൂടുന്നത് കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ മിനോയിൽ നിന്നുള്ള പട്ടാളക്കാരെയും അവിടേക്ക് പോകാൻ കൽപ്പിച്ചിരുന്നു. മാർസലസ് അവിടെ ചെന്നപ്പോൾ പോണ്ടിയസ് പീലാത്തോസ് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു എഴുത്ത് വന്നിട്ടുണ്ട് ചക്രവർത്തിയുടെ. കാരണം നിങ്ങൾക്ക് ചക്രവർത്തിയുടെ അടുത്തൊക്കെ നല്ല സ്വാധീനമുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഡയാന എന്ന പ്രഭുകുമാരി പറഞ്ഞതനുസരിച്ചാണ് മാർസലസിനെ തിരിച്ചു വിളിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡ്യൂട്ടി ചെയ്യണം. അതായത് ഇവിടെ കുറച്ച് ആളുകളെ കുരിശുമ്മൽ തൂക്കിക്കൊല്ലണം. അതവിടെ ഒരു സാധാരണ സംഭവമാണ്. അപ്പം ഇവരെ കുരിശിൽ തൂക്കുന്നതിന് വേണ്ടി മാർസലസിനെ ഏൽപ്പിച്ചു. മാർസലസ് ജീസസിനെ, മാർസലസിൻ്റെ പട്ടാളക്കാരെ ഉപദ്രവിക്കുകയും ഒക്കെ നമ്മൾ ധാരാളം വായിച്ചിട്ടുള്ളതാണ്. ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തു. അവസാനം കുരിശിലേറ്റി. പക്ഷെ മാർസലസിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. പോണ്ടിയസ് പീലാത്തോസ് കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ചെയ്തത്. താല്പര്യക്കുറവിൻ്റെ കാരണം ജീസസ് കുറ്റക്കാരനല്ലെന്ന് മാർസലിനോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. ജീസസ് ഒരു നിരപരാധിയാണ്. അയാളെ എന്തിനാണ് ഇതുപോലെ കുരിശിൽ ഏറ്റി കൊല്ലുന്നത് എന്ന് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം മാർസലിനോസ് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും പ്രകടിപ്പിക്കാൻ മുതിർന്നില്ല. കാരണം ഗവർണറുടെ കൽപ്പനയാണ് ഈ ജീസസിനെ കുരിശിലേറ്റണമെന്നത്. അങ്ങനെ മാർസലിനോസാണ് അദ്ദേഹത്തെ കുരിശിലേറ്റി കൊല്ലുന്നതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ കുരിശിലേറ്റി അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു റോബ്, ഒരു ഗൗൺ, ഒരു മേൽവസ്ത്രം, ഒരു മേലങ്കി ഈ പട്ടാളക്കാരൊക്കെ കൂടി നറുക്കിട്ടു. ആർക്കാണ് ഇത് കിട്ടുക എന്നറിയാനായിട്ട് അവർ നറുക്കിട്ടു. ഇത് ബൈബിളിലുള്ളൊരു വാചകമാണ്. ക്രിസ്തുവിൻ്റെ ഈ മേലങ്കി പട്ടാളക്കാർ നറുക്കിട്ടു എന്നത്. ആ നറുക്കിട്ടപ്പോൾ അത് കിട്ടിയത് ഈ മാർസലസിനാണ്. മാർസലസ് അത് കിട്ടിയപ്പോൾ അത് തൻ്റെ അടിമയായ സ്ലേവായ ഡെമട്രിയസ്, ഒരു ഗ്രീക്കുകാരനാണ്, ഇദ്ദേഹത്തിൻ്റെ സ്ലേവാണ്, അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷെ അന്ന് വൈകുന്നേരം പന്തിയോസ് പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ
ഈ പട്ടാളക്കാർക്കൊക്കെ, പ്രത്യേകിച്ചും പട്ടാള മേധാവികൾക്കൊക്കെ ഒരു വിരുന്നുണ്ടായിരുന്നു. ആ വിരുന്നിൽ, ഈ റോമക്കാരുടെ വിരുന്നുകളെന്ന് പറഞ്ഞാൽ എപ്പോഴും ധാരാളം വൈനും മറ്റു മദ്യങ്ങളും ഒക്കെ കുടിക്കുകയും കുടിച്ച് കൂത്താടുക എന്ന് പറയാവുന്ന തരത്തിലാണ് അവരുടെ മിക്കവാറും സദ്യകളൊക്കെ. അത് ചക്രവർത്തിയുടേതായാലും കൊള്ളാം, അവരുടെ ഗവർണർമാരുടെ ആയാലും കൊള്ളാം, ആരുടെ ആയാലും കൊള്ളാം. അവിടെ വെച്ച് എല്ലാവരും ഇങ്ങനെ കുടിച്ച് മത്തന്മാരായിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ഈശോയുടെ ഈ ഗൗൺ, ഈ റോബ് മാർസലസിനാണല്ലോ കിട്ടിയിരിക്കുന്നത്, അദ്ദേഹം അതൊന്നെടുത്ത് ധരിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നിർബന്ധത്തിന് വഴങ്ങി മാർസലസ് ആ ഈശോയുടെ ഗൗൺ, ദ റോബ് ധരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര മാനസികമായ വിഭ്രാന്തി അനുഭവപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സമനില തെറ്റുകയും ഒക്കെ ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹം അത് ഊരി വീണ്ടും തൻ്റെ സ്ലേവ്, അടിമയായ ഡെമട്രിയസിന് കൊടുത്തു. അന്ന് തൊട്ട് മാർസലസ് ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയിരുന്നത്. വരുന്നവരോടൊക്കെ അദ്ദേഹം നിങ്ങളവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുരിശുമരണം നടന്നിടത്ത്. അങ്ങനെ മാർസലസ് തിരിച്ച് റോമിലേക്ക് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് ഇദ്ദേഹത്തിന് ഇത്തിരി ഭ്രാന്ത് പോലെ ആയതുകൊണ്ട് അത് ജനങ്ങളറിയുന്നത് കുടുംബത്തിന് മോശമാകും എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സ്ലേവായിട്ടുള്ള, അടിമയായിട്ടുള്ള ഡെമട്രിയസിനെയും കൂടി ഏതൻസിലേക്ക് വിടുകയാണ്. ഏതൻസിൽ വെച്ച് ഒരു ദിവസം ഈ റോബ് ഡെമട്രിയസിൻ്റെ ഉപദേശപ്രകാരം ഈ മാർസലസ് ഈ റോബ്, ഈ മേലങ്കി എടുത്ത് തൊടുകയും ആ തൊട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സുഖക്കേട് മാറുകയും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുകയും മനസ്സൊക്കെ സമനിലയിലാവുകയും ചെയ്തു. ഈ അത്ഭുതത്തോടു കൂടി മാർസലസിന് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ ബഹുമാനമാവുകയും എന്താണ് ക്രിസ്തു ചെയ്തത്, യേശു എവിടെയാണ് ജീവിച്ചത്, ആ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. അതിൻ്റെ കൂടെ ഡെമട്രിയസുമുണ്ട്. അവരങ്ങനെ അന്വേഷിച്ച് ക്രിസ്തുവുമായിട്ട് പരിചയമുണ്ടായിരുന്ന കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തത്, 5000 പേരെ 5 അപ്പവും 2 മത്സ്യവും കൊണ്ട് 5000 ആൾക്ക് ഭക്ഷണം കൊടുത്തത്, കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചത്, ഇതൊക്കെ കണ്ടവരും അതിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരുമായ ആളുകൾ ഈ കാര്യങ്ങളൊക്കെ മാർസലസിനോട് പറഞ്ഞു. മാർസലസ് അത് വിശ്വസിച്ചില്ല. മാർസലസ് അതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ, ഇതുപോലെ കുറേ ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ ചെറിയ വിശ്വാസം തോന്നി. അങ്ങനെ അവസാനം അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. ഡെമട്രിയസ് അതിനു മുമ്പ് തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് റോമിലേക്ക് വരുമ്പോൾ ടൈബീരിയസ് ചക്രവർത്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മാർസലസിനോട് പറയുന്നുണ്ട്, നിനക്ക് ക്രിസ്തുവിനെ വേണോ അതോ നിൻ്റെ പ്രണയമാചനമായ ഡയാന രാജകുമാരിയെ വേണോ? അപ്പോൾ മാർസലസിന് വലിയ ബുദ്ധിമുട്ടായി ഒരു തീരുമാനമെടുക്കാൻ. പക്ഷേ എന്നാലും അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീസസിനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ ഡയാനയെ ഇനി ഇയാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ള മട്ടിലാണ് ചക്രവർത്തി സംസാരിച്ചത്. മാത്രവുമല്ല, ഡയാനയെ ഈ ഗെയ്സിന്, ഇദ്ദേഹത്തിൻ്റെ ശത്രുവായ ഗെയ്സിന് കല്യാണം കഴിച്ചു കൊടുക്കാനും തീരുമാനമുള്ളതായിട്ട് പറയുന്നുണ്ട്. ഏതായാലും മാർസലസിനോട് പാലസ്തീനിൽ പോയി
ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകളും അവരൊക്കെ ചെയ്യുന്ന ജോലികളുമൊക്കെ അറിയിക്കണം, അവരെയൊക്കെ ഉന്മൂലനം ചെയ്യണം. കാരണം രാജ്യത്തിനെതിരായിട്ടാണ്, ചക്രവർത്തിക്കെതിരായിട്ടാണ്, സാമ്രാജ്യത്തിനെതിരായിട്ടാണ് ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ വന്നു ഭവിക്കുന്നത്. അതുമാത്രവുമല്ല, ക്രിസ്തു ഒരു കിങ്ങിഡം, ഒരു രാജാവാണ്, ഒരു കിങ്ങിഡം അദ്ദേഹത്തിനുണ്ട് എന്ന മട്ടിൽ മാർസലസ് പറയുകയുണ്ടായി. അപ്പോൾ ഒരു രാജാവ്, വേറെ രാജാവ് ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും ഒരു ചക്രവർത്തിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം മാർസലസിനോട് പറഞ്ഞ് അവിടെ പോയി അന്വേഷിക്കാനായിട്ട് വിട്ടു. ആ സമയത്താണ് അദ്ദേഹം കൂടുതലായിട്ട് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും, ക്രിസ്തു പ്രസംഗിച്ചിരുന്നത് ഈ ലോകത്തിലുള്ള ഒരു സാമ്രാജ്യമോ ഒരു രാജ്യത്വമോ അല്ല, നേരെ മറിച്ച് ജനങ്ങളുടെ മനസ്സിലുള്ള സമാധാനത്തിൻ്റെയും നീതിയുടെയുമായ ഒരു രാജ്യമാണ് ക്രിസ്തു ആശിച്ചതെന്ന് മാർസലസ് മനസ്സിലാക്കുകയും, അതിൻ്റെ ഇടയിൽ അദ്ദേഹം അവിടെ പലസ്തീനിലായിരിക്കുമ്പോഴും ഡയാനയെ ഈ ഗയൂസ് എന്ന് പറയുന്ന ലിറ്റിൽ ബൂട്ട് കാലിഗുല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പിന്നീട് ചക്രവർത്തിയായി, അദ്ദേഹത്തിന് വിവാഹം കഴിച്ച് കൊടുക്കും എന്ന് ചക്രവർത്തി പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും അന്വേഷിച്ച് മാർസലസ് ജോലി ചെയ്തിരുന്ന ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും മാർസലസിനെയും ഡയാനയെയും വളരെ ഇഷ്ടമായി. അവരുടെ വിവാഹം അവിടെ വെച്ച് അവർ നടത്തിക്കൊടുത്തു. അങ്ങനെ വിവാഹിതരായ മാർസലസും ഡയാനയും കൂടി തിരിച്ച് റോമിലേക്ക് വരികയാണ്. തിരിച്ച് റോമിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ലേവായിരുന്ന ഡെമട്രിയസിന് സുഖക്കേടുണ്ടായപ്പോൾ അതിന് ചികിത്സിക്കാൻ ഷറപ്പോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ, ഒരു വൈദ്യൻ വന്നിട്ടുണ്ടായിരുന്നു. റോമക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചികിത്സിക്കാൻ പറ്റിയില്ല. കാരണം വളരെയധികം മുറിവുകളും ഒക്കെ ഉണ്ടായി, ധാരാളം രക്തം ഒലിച്ചു പോയി കഴിഞ്ഞ സ്ഥിതിയിലായിരുന്നു ഡെമട്രിയസ്. അതുകൊണ്ട് ഡെമട്രിയസിനെ ചികിത്സിച്ച് സുഖമാക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് പത്രോസ്, ദ ബിഗ് ഫിഷർമാൻ, സെയിൻറ്റ് പീറ്റർ അവിടെ വന്ന് ഇതിനെ സുഖപ്പെടുത്തുകയുണ്ടായി. ഇതിൻ്റെ ഒരു ശത്രുത, തനിക്ക് സുഖപ്പെടുത്താൻ പറ്റാത്ത ആളെ ഇയാൾ എന്തോ മന്ത്രം കൊണ്ടോ എന്തോ മാജിക് കൊണ്ടോ ഒക്കെയാണ് സുഖപ്പെടുത്തിയതെന്ന് ആ ഷറപ്പോൺ എന്നുള്ള ഡോക്ടർ പറയാൻ തുടങ്ങി. അത് അദ്ദേഹം ഈ ഗയൂസ് എന്ന കലിഗുളയ്ക്ക് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ കലിഗുള പറഞ്ഞു, മാർസലസിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവരങ്ങനെ മാർസലസിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഡയാനയോടും വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ സൽക്കാരമായിരുന്നു. എല്ലാ സെനറ്റർമാർക്കും, വലിയ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള വലിയൊരു സദ്യയായിരുന്നു, ഒരു വിരുന്നായിരുന്നു. ആ വിരുന്നിൽ ഈ കാലിഗുല, അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈ കാലിഗുല ടൈബീരിയസിനെ കൊല്ലുകയും ഇപ്പോൾ ചക്രവർത്തിയായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഡയാനയെയും വിളിക്കണം, അവൾ ഇവിടെ ഇരിക്കട്ടെ, ഈ മാർസലസിൻ്റെ സ്വഭാവവും മാർസലസിനെ ഞാൻ ശിക്ഷിക്കുന്നതും ഒക്കെ അവൾ കാണട്ടെ. കാരണം അവിടെ കല്യാണം കഴിക്കണമെന്നാണ് ഈ കാലിഗുലയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് കാണാനായിട്ട് സലോമിയെ, നമ്മൾക്കറിയാം, നമ്മുടെ സ്നാപക യോഹന്നാൻ്റെ മരണത്തിന് കാരണമായ ഒരു ഡാൻസ് ചെയ്ത ആളാണ് ഈ സലോമി, ഹീറോദിൻ്റെ പുത്രിയാണ്. ആ സലോമിയെയും ഈ
ഗെയൂസ് കാലിക്കുല ഒരു ഭാഗത്ത് അയാളുടെ ഇടത്ത് ഭാഗത്തിരുത്തി, ഡയാനയെ കൽപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച് വലത്ത് ഭാഗത്തിരുത്തി. അവിടെ വെച്ച് ഈ മാർസലസിനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. മാർസലസിനെ പട്ടാളക്കാർ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ മാർസലസിനോട് ഇപ്പോഴത്തെ ചക്രവർത്തിയായ കാലിഗുല ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യാനിയാണോ? അപ്പോൾ മാർസലസ് സധൈര്യം പറഞ്ഞു, അതെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. നീ ക്രിസ്തു ഒരു രാജാവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പം പറഞ്ഞു, ഓ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കിങ്കടത്തിലേക്ക് പോകണമെന്നാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ എംപറർ, ചക്രവർത്തി. അപ്പോൾ വേറെ ഒരു രാജാവിൻ്റെ ഒരു ദാസനായിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ അത് വലിയ രാജ്യദ്രോഹമാണ്. അപ്പോൾ നിന്നെ ശിക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ആ ശിക്ഷ വേണ്ടെങ്കിൽ നീ ഉടനെ തന്നെ മുട്ടുകുത്തി മാപ്പ് പറയുകയും ക്രിസ്തുവിലല്ല എൻ്റെ വിശ്വാസം എന്ന് പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം രാജാവിന്, ചക്രവർത്തിക്ക് എതിരായിട്ടാണ് നീ ഓരോ നീക്കങ്ങൾ നടത്തുന്നത്, അത് വലിയ രാജ്യദ്രോഹമാണ് എന്ന് പറഞ്ഞു. മാർസലസ് മുട്ടുകുത്തി. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇയാൾ ക്രിസ്തുമതമൊക്കെ ഉപേക്ഷിച്ച് മാപ്പ് പറയാൻ പോവുകയാണെന്ന്. പക്ഷേ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, ചക്രവർത്തി, അങ്ങേക്കെതിരായ ഒരു പ്രവർത്തനവും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഞാൻ ഒരു റോമൻ പൗരനാണ്. ആ നിലയ്ക്ക് ചക്രവർത്തിയോട് പൂർണ്ണ കൂറ് എനിക്കുണ്ട്. അപ്പോൾ ചക്രവർത്തി ചോദിച്ചു, ഈ ക്രിസ്തു രാജാവാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ പിന്നാലെയല്ലേ നീ നടക്കുന്നത്? അപ്പോൾ അദ്ദേഹം മാർസലസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ഭൂമിയിലല്ല, ആ രാജ്യം മനുഷ്യരുടെ മനസ്സുകളിലാണ്. അതിന് അവിടെ സമാധാനവും നീതിയും ഒക്കെ ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു കാരണവശാലും ചക്രവർത്തിക്ക് എതിരായിട്ടുള്ളൊരു രാജാവായിട്ട് അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞു. എങ്കിലും അപ്പോൾ എന്നാൽ നീ ക്രിസ്തുവിനെ തള്ളിപ്പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ മാർസലസ് അതിന് തയ്യാറായില്ല. ഉടനെ അദ്ദേഹം ഈ ചക്രവർത്തി കാലിഗുല, ലിറ്റിൽ ബൂട്ട്സ് എന്നാണ് അയാളെ വിളിച്ചിരുന്നത്, അദ്ദേഹം ഈ മാർസലസിനെ പുറത്ത് ആർച്ചറിയിൽ, അതായത് അമ്പെയ്ത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി അമ്പെയ്ത് കൊല്ലാനായിട്ട് കൽപ്പിച്ചു. അപ്പോൾ ഈ ഡയാന എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവാണ് മാർസലസ്, അദ്ദേഹം എവിടേക്കാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് ഞാനും പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, നീ അതൊന്നും പോകേണ്ട ആവശ്യമില്ല, നിനക്ക് കുറ്റമൊന്നുമില്ല, നിന്നെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല, നീ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡയാന പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കുറ്റക്കാരിയാകാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ആ യുവതി പറഞ്ഞു, ഈ റോമിൽ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല, അങ്ങയുടെ കീഴിൽ ഈ റോമിൽ ജീവിക്കാൻ എനിക്കിഷ്ടമില്ല. കാരണം ഈ ആളുകളൊക്കെ സെനറ്റർമാരൊക്കെ മാർസലസിനെ കൊല്ലണം ഇങ്ങനെ രാജ്യദ്രോഹത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞു. അപ്പോൾ ഡയാന പറഞ്ഞു, അതവർ അങ്ങയുടെ വെറും ദാസന്മാരായതുകൊണ്ടും അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അവരങ്ങനെ പറയുന്നത്, അവർക്കങ്ങനെ ഉള്ളിൽ തോന്നിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ചക്രവർത്തിയെ വളരെ അധിക്ഷേപിച്ചു. അതോടുകൂടി ചക്രവർത്തി പറഞ്ഞു, എന്നാൽ രണ്ടുപേരും പൊക്കോട്ടെ, രണ്ടുപേരെയും കൊല്ലാനായിട്ട് വിധിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ കിങ്കടത്തിലേക്ക്, അതായത് ക്രിസ്തുവിൻ്റെ കിങ്കടത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോ, നിങ്ങളെ അമ്പെയ്ത് കൊല്ലാനായിട്ട് അവരെ വിധിച്ചുകൊണ്ട് അവർ പോവുകയാണ്. ആ സമയത്ത് മർസിലിനോസിൻ്റെ കയ്യിൽ ഈ മേലങ്കി ഉണ്ടായിരുന്നു.
ആ മേലങ്കി ഡയാനയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇതിങ്ങനെ നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ സ്വന്തം കൊട്ടാരത്തിലെ ഒരു പ്രധാന സ്ലേവായിരുന്ന മാർസിപ്പോർ, അയാളും ക്രിസ്ത്യാനിയായിട്ടുണ്ടായിരുന്നു, അയാൾക്ക് കൊടുക്ക്, അയാളത് ബിഗ് ഫിഷർമാന് കൊടുക്കട്ടെ, പീറ്ററിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോവുകയും ആ സമയത്ത് ഈ മേലങ്കി മാർസിപ്പോറിനെ ബിഗ് ഫിഷർമാന് വേണ്ടിയിട്ട് വലിയ മുക്കുവിന് വേണ്ടിയിട്ട് സെയിൻറ്റ് പീറ്ററിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്ത് അവർ മരണത്തിലേക്ക് രണ്ടുപേരും കൂടി നടന്നു പോകുന്നതോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഇതിൻ്റെ ഒരു കാര്യം, ഇതിൽ ബൈബിളിൽ നിന്നുള്ള പല കഥാപാത്രങ്ങളും ഉണ്ട്. അതായത് ബിഗ് ഫിഷർമാൻ, സെയിൻറ്റ് പീറ്റർ, ജോൺ, ഇവരൊക്കെ ഇതിൽ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതൊരു ബിബ്ലിക്കൽ സ്റ്റോറി കൂടിയാണ്, ഒരു ബിബ്ലിക്കൽ നോവലാണ്, ഒരു ചരിത്ര ആഖ്യായികയാണ്. അപ്പോൾ അവർ ഒക്കെ ഇതിലുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഒരു അഡ്വഞ്ചർ സ്റ്റോറിയാണ്, മാത്രമല്ല ഒരു വലിയ പ്രണയകഥയാണ്, മാത്രമല്ല വിശ്വാസത്തിൻ്റെ ഒരു കഥയാണ്. അവസാനം വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്ന മാർസലസിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയാണ്. അവസാനം വരുമ്പോൾ അവർ രണ്ടുപേരും രക്തസാക്ഷികളാവാൻ തയ്യാറായി പോകുന്നതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രചാരം ലഭിക്കുകയും ധാരാളം ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പുസ്തകം വാങ്ങിക്കുകയും വായിക്കുകയും ചെയ്തു. പിന്നീട് സിനിമ വന്നപ്പോഴും അതും വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ലോകമെങ്ങും അതിന് ധാരാളം പ്രേക്ഷകരുണ്ടായി. ഇതിൻ്റെ ഫലമായി ധാരാളം ആളുകൾ ക്രിസ്തുമതത്തെക്കുറിച്ച് അറിയുന്നതിനും ക്രിസ്തുമതത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും ഒക്കെ ഇടയായി. അത് ഒരു പാസ്റ്ററുടെ മകനും സ്വയം ഒരു പാസ്റ്ററുമായിരുന്ന, ലൂതറൻ പാസ്റ്ററുമായിരുന്ന ലോയ്ഡ് സി ഡഗ്ലാസിൻ്റെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അത് വളരെയേറെ വിജയിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്.